ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 2024 ഇപ്പോൾ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ പേച്ചി എന്ന ഹൊറർ മൂവിയാണ്. ഫോറസ്റ്റിലേക്ക് ഒരു യാത്ര വരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാര് അവിടെ എത്തിയതിനു ശേഷം അവർക്ക് സംഭവിക്കുന്ന ഒരു കൊടൂരമായ സംഭവമാണ് ഈ ഒരു മൂവിയിൽ പറഞ്ഞിരിക്കുന്നത്. അതെന്താണ്, എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പൊ ഇനിയും പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല, നേരെ സ്റ്റോറിയിലേക്ക് പോവാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിലെ കൊള്ളിമല എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് ഏരിയ കാണിക്കുന്നു. അങ്ങനെ ഇപ്പൊ ആ കാട്ടിലേക്ക് ഒരു ക്യാമ്പിന് വന്നിരിക്കുവാണ് ഒരു കപ്പിൾസ്. അങ്ങനെ ഇപ്പൊ ആ ഫോറസ്റ്റ് ഏരിയയിൽ മറ്റൊരു സ്ഥലം നോക്കിയിട്ട് അവരവിടെ ടെന്റ് എല്ലാം ഉണ്ടാക്കുന്നു. ശേഷം നൈറ്റത്തെ ക്യാമ്പ് ഫയറിന് വേണ്ടി വിറകുണ്ടാക്കാൻ വേണ്ടി അവർ രണ്ടുപേരും ആ ഫോറസ്റ്റിന്റെ ഒരു ഭാഗത്തേക്ക് പോവുകയാണ്. അവിടെ ഈ സമയം ഉണങ്ങിയ ഒരു ചെറിയ മരം നിൽക്കുന്നുണ്ടായിരുന്നു. ആ മരം വെട്ടുവാണെങ്കിൽ ക്യാമ്പ് ഫയറിനുള്ള വിറക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഇപ്പൊ ആ കപ്പിൾസ് രണ്ടുപേരും കൂടി ആ മരം വെട്ടി മുറിക്കുവാണ്. അങ്ങനെ ആ മരം മുറിച്ച് താഴെ ഇടുന്ന സമയത്താണ് ഇവർ കാണുന്നത് അതിലൊരു ആണി തറയ്ക്കപ്പെട്ടിരിക്കുന്നത്. അത് കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുന്നു ഇതിലെന്താ മാനുഷികതയുണ്ടെന്ന്. അങ്ങനെ അവരാകെ ഭയന്നു നിൽക്കുന്ന അതേ സമയം തന്നെ നിരത്തൊരു കറുത്ത കളർ ബൊമ്മ കിടക്കുന്നതും അവർ കാണുന്നു. ആ മരം വെട്ടിമുറിച്ചിട്ട് പതിന്ന് വീണതാണത്. അങ്ങനെ ഇപ്പൊ അവരത് എടുത്തു നോക്കുവാണ്. ഇതേ സമയം തന്നെ ആ മരത്തിന്റെ അകത്ത് നിന്ന് ഒരു കറുത്ത കളറിലുള്ള രൂപം പുറത്തേക്ക് വരുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും അവിടെ വെച്ച് ആക്രമിച്ച് കൊല്ലുവാണ്. ഈ സമയത്താണ് പേച്ചി എന്ന് മൂവിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്. അങ്ങനെ ആ സീനോടെ കട്ടായി കുറച്ച് മാസങ്ങൾക്ക് ശേഷം അതേ കാട് കാണിക്കുന്നു. ഈ കാട്ടിലെ ഡ്യൂട്ടിയുള്ള ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ് മാരി എന്ന് പറയുന്ന ഈ വ്യക്തി. ഇദ്ദേഹമാണ് നമ്മുടെ മൂവിലെ നായകൻ. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നോക്കുവാണെങ്കിൽ അയാളുടെ ഭാര്യ ഒരു മകളും ഉണ്ട്. ഇന്ന് മകളുടെ ബർത്ത്ഡേ ആണ്. അങ്ങനെ നായകനാണെങ്കിൽ ലീവ് എടുത്ത് അത് ആഘോഷിക്കാൻ ഇരിക്കുന്ന സമയത്ത് നായകന്റെ സീനിയർ ഓഫീസർ നായകനെ വിളിക്കുവാണ്. എന്നിട്ട് ഇന്ന പോലെ കാട്ടിലേക്ക് കുറച്ച് ചെറുപ്പക്കാരെത്തിയിട്ടുണ്ട്, അവർക്കൊരു ഫോറസ്റ്റ് ഗൈഡിനെ ആവശ്യമാണ്, അതുകൊണ്ട് താൻ എത്രയും വേഗം അവിടെ എന്ന് ചെല്ലണം എന്നൊക്കെ പറയുന്നു. അങ്ങനെ തന്നെ സീനിയർ ഓഫീസർ ഈ ഒരു കാര്യം പറയുന്നുണ്ട്. നായകൻ ഓക്കെ പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്. ആ ചെറുപ്പക്കാർ ടോട്ടൽ 5 പേരുണ്ടായിരുന്നു, 3 ആണുങ്ങളും 2 പെണ്ണുങ്ങളും. അങ്ങനെ ഇപ്പൊ അവരെല്ലാം കൂട്ടിയിട്ട് നമ്മുടെ നായകൻ ആ കാട്ടിലേക്ക് യാത്ര തുടങ്ങുവാണ്. ആ കാട് ശരിക്കും അവർക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണമായിരുന്നു. അവിടെ അടുത്ത് തന്നെയായിരുന്നു നമ്മുടെ നായകന്റെ വീട്. അങ്ങനെ കാട്ടിലേക്ക് അവരെ കൊണ്ടുപോകുന്നതിന് മുമ്പ് നമ്മുടെ നായകൻ വീട്ടിൽ ചെന്ന് ഇന്നപോലെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഇവരെ ഒന്ന് കൊണ്ടുപോയി ആ കാട് മുഴുവൻ കാണിച്ചു കൊടുത്തിട്ട് തിരിച്ചു വരുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നായകൻ അവരെയും കൂട്ടി വീണ്ടും യാത്ര തുടങ്ങുന്നു. അങ്ങനെ അവർ കാറില് ഉൾക്കാടിനകത്തേക്ക് എത്തുവാണ്. ഇവിടം വരെ വണ്ടി പോവുള്ളൂ, ഇനി ബാക്കി നമ്മൾ നടക്കണമെന്നും പറഞ്ഞ് വണ്ടിയെല്ലാം അവിടെ സൈഡാക്കിയതിനു ശേഷം നായകൻ അവരെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് നടക്കാൻ തുടങ്ങുന്നു. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവരവിടെ നല്ലൊരു നദി കാണുവാണ്. അത് കണ്ടപ്പോഴേക്കും കൂടെയുള്ള ഒരു പെണ്ണായ ഗായത്രിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷം വരുന്നു. അങ്ങനെ അവൾ വെള്ളത്തിലേക്ക് ഇറങ്ങി സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് ഒച്ച ഉണ്ടാക്കുവാണ്. ഈ സമയം നായകൻ അവളെ വഴക്ക് പറയുന്നു. മേഡം ഒച്ച ഉണ്ടാക്കില്ലേ, ഞങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്ന സ്ഥലമാണിത്. ഇങ്ങനെ ഒച്ച ഉണ്ടാക്കി അവർ ചിലപ്പോൾ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ വളരെ സൈലന്റ് ആയിട്ട് നിൽക്കണം. അങ്ങനെ കാട്ടിലേക്ക് എത്തിയത് മാരി ഇവരെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയല്ലോ. അത് ഇവർക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ല, പ്രധാനമായിട്ട് ഈ ഗായത്രിക്ക്. അങ്ങനെ അവൾ ആ കാര്യങ്ങൾ കൂടെയുള്ള അവളുടെ ബോയ് ഫ്രണ്ടിനോട് പറയുന്നു. അത് പിന്നെ അയാൾ പറഞ്ഞാലും കാര്യമില്ലേ, ഇങ്ങനെ ഒച്ചയുണ്ടാക്കിയ മൃഗങ്ങളെങ്ങനെ വന്നാലോ, അത് നമുക്ക് തന്നെയല്ലേ ആപത്ത്. അതുകൊണ്ട് ഗൈഡ് പറഞ്ഞു നീ കാര്യമാകണ്ടെന്നൊക്കെ പറഞ്ഞ് അവനിപ്പോ അവളെ സമാധാനിപ്പിക്കുന്നു. ശേഷം അവർ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ അവർ നായകനോടൊപ്പം അങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഭാഗത്തായിട്ട് അവരൊരു കവാടം കാണുന്നു. അവിടെ കുറച്ച് മണികളെല്ലാം തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കാണുന്ന സമയത്ത് അവർ നായകനെ ചോദിക്കുവാണ് ഇതെന്താണെന്ന്. ഇതൊരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്, ഈ കാട്ടിൽ മെയിൻ ആയിട്ടും പ്രശ്നമുള്ള ഒരു സ്ഥലമാണിത്, അതുകൊണ്ടാണ് ഇവിടേക്കുള്ള യാത്ര നിരോധിക്കപ്പെട്ടിരിക്കുന്നത്. സോ അങ്ങോട്ടൊരു കാരണവശാലും പോകില്ലെന്നൊക്കെ നായകൻ പറയുന്ന സമയം ഞങ്ങൾക്ക് അങ്ങനത്തെ പേടിയും വിശ്വാസമൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങളൊന്ന് പോയി നോക്കുവാണെന്ന് പറഞ്ഞ് ചാരുവിന്റെ ബോയ് ഫ്രണ്ട് ആയ സിദ്ധാർത്ഥ് ആ കവാടം എല്ലാം വലിച്ചു പൊട്ടിക്കുന്നു. ഇത് കാണുന്ന നായകനാണെങ്കിൽ ആകെ ദേഷ്യം വന്ന് അയാളോട് ദേഷ്യപ്പെടുന്നു. ഈ സമയം സിദ്ധാർത്ഥ് പറയുകയാണ് ഞങ്ങൾ കൊച്ചു പിള്ളേരൊന്നും അല്ല ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ, ഈ ഫോറസ്റ്റ് ഏരിയ മുഴുവനായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടുത്തെ സ്ഥലമൊന്നും വലിയ പരിചയമില്ലാത്തതുകൊണ്ട് അത് കാട്ടിത്തരാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾക്ക് ഒരു ഗൈഡിനെ വേണ്ടത്, അല്ലാതെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയല്ല. പിന്നെ നിങ്ങൾ ഈ കാടിന്റെ ഓണറൊന്നും അല്ലല്ലോ, ഒരു ഗൈഡ് മാത്രമല്ലേ. ഇങ്ങനെല്ലാം പറഞ്ഞ സിദ്ധാർത്ഥ് ദേഷ്യപ്പെടുന്ന സമയത്ത് ഓൾറെഡി നായകനോട് ദേഷ്യമായ ഗായത്രി അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. ഈ സമയം ഗായത്രിന്റെ ബോയ് ഫ്രണ്ട് മാത്രമാണ് പ്രശ്നം വഷളാക്കാതെ അത് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നത്. അവരെ റെസ്ട്രിക്റ്റഡ് ഏരിയയിലേക്ക് പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന സമയം നായകൻ ഉറപ്പിച്ച് പറയുവാണ് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്, ഈ നാട്ടുകാരെന്നുള്ള രീതിയിൽ ഞാൻ പറയുവാണ്, അവിടേക്ക് പോയ ആപത്തായിരിക്കും. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ഈ കാടിന്റെ ഓണറൊന്നുമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നില്ല. പിന്നെ നിങ്ങളുടെ ഗൈഡ് എന്നുള്ള രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെ ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി എന്റെ വാക്ക് കേൾക്കാതെ അങ്ങോട്ട് പോകാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഈ നിമിഷം ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകും, നിങ്ങൾക്ക് അങ്ങോട്ട് പോവോ പോവാതിരിക്കുവോ എന്ത് വേണേലും ചെയ്യാം. അങ്ങനെ നായകൻ ഈ കാര്യങ്ങളെല്ലാം ഉറപ്പിച്ച് പറയുന്ന സമയം ഇതെല്ലാം കേട്ട ഗായത്രിയുടെ കാമുകൻ മറ്റുള്ള ടീം മെമ്പേഴ്സിനോട് പറയാണ് എന്നാലും അദ്ദേഹം ഇത്രയൊക്കെ പറയുന്ന സമയത്ത് പുള്ളിയുടെ വാക്ക് കേൾക്കാതിരിക്കുന്നത് ശരിയല്ല. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഇവിടെ വരെയും കൂട്ടിക്കൊണ്ടു വന്ന ആളല്ലേ ചേട്ടാ, ഒരു പ്രശ്നമില്ല, ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല, ഓക്കെ അല്ലേ. പിന്നെ ഇത് നല്ലൊരു സ്ഥലമാണ്, നമുക്ക് ഇവിടെ ടെന്റ് അടിച്ചാലോ. ഇത് കേട്ട നായകൻ ഓക്കെ എന്ന് പറയുന്നു. അങ്ങനെ ഇപ്പൊ പ്രശ്നമെല്ലാം തീർത്ത് അവരവിടെ ടെന്റ് അടിക്കുവാണ്. അതിനുശേഷം അവർ ആ സ്ഥലമൊക്കെ ശരിക്കും എക്സ്പ്ലോർ ചെയ്യുന്നു. ഈ സമയം ആ ഫോട്ടോഗ്രാഫർ അവരെ നല്ല നല്ല കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ചാരുവും സിദ്ധാർത്ഥും അതിലെ ഗായത്രി അവളുടെ ബോയ് ഫ്രണ്ടും കൂടി ഈ ഫോട്ടോഗ്രാഫറെ ഒന്ന് പ്രാങ്ക് ചെയ്യാന്ന് വിചാരിക്കുന്നു. അങ്ങനെ അയാൾ എടുത്ത ഫോട്ടോസ് എല്ലാം അങ്ങനെ ക്യാമറയിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം ഇവർ 4 പേരും അവിടെയുള്ള ഓരോരോ മരങ്ങളുടെ പുറകിൽ ഒളിക്കുവാണ്. കുറച്ചേരം കഴിഞ്ഞ് അയാൾ അടുത്ത ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കുന്ന സമയം അവിടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിനെ ഒന്നും കാണുന്നില്ല. അങ്ങനെ അയാൾ ഇവർ ഇതെവിടെ പോയി എന്നുള്ള രീതിയിൽ അങ്ങനെ നോക്കുന്ന സമയം ഒരാൾ മരത്തിന് പുറകിൽ അങ്ങനെ മാറുന്നതായിട്ട് അയാൾ കാണുവാണ്. ഓ അത് ശരി, അപ്പൊ മരത്തിന് പുറകിൽ ഒളിച്ചിരുന്ന് തന്നെ പറ്റിക്കുവാണല്ലേ, ഞാൻ കണ്ടു ഇന്ന് പോരേന്നും പറഞ്ഞ് അയാൾ അവരെ വിളിക്കുന്ന സമയം മറന്നു നിൽക്കുന്ന അവർ പുറത്തേക്ക് വരാതെ അവിടെ തന്നെ നിൽക്കുവാണ്. ഈ സമയം മരത്തിലേക്ക് ആ ക്യാമറമാൻ ക്യാമറ വെച്ചൊന്ന് ഫോക്കസ്
ഫോക്കസ് ചെയ്യുന്നു. അപ്പൊ ആ മരത്തിന് പുറകിലായിട്ട് ഒരു അമാനുഷിക രൂപം നിൽക്കുന്നതായിട്ട് അയാൾ കാണുവാണ്. അങ്ങനെ ആ കാഴ്ച കണ്ട അയാളൊക്കെ ബ്ലാങ്കായി നിൽക്കുന്ന അതേ സമയം തന്നെ അയാളുടെ പുറകിലൂടെ സിദ്ധാർത്ഥ് വന്ന് അയാളെ പേടിപ്പിക്കുവാണ്. അങ്ങനെ ഭയന്നു പോകുന്ന അയാളെ നിലവിളിക്കുന്നു. അയ്യേ, ഞങ്ങൾ നിന്നെ ഒന്ന് പറ്റിച്ചതാ, നീ ഇങ്ങനെ പേടിച്ചു പോയെന്നൊക്കെ അവർ ചോദിക്കുന്ന സമയം, എടാ മരത്തിന് പുറകിൽ ഞാനൊരു രൂപം കണ്ടു, അത് കണ്ടാകെ ഭയന്ന് നിൽക്കുന്ന സമയത്താണ് നീ പുറകിലൂടെ വന്നെ പേടിപ്പിച്ചത്. ഇങ്ങനെയെല്ലാം പറയുന്ന സമയത്ത് ഒന്ന് പോടാ അവിടുന്ന്, ആ മരത്തിന് പുറകിൽ ഞങ്ങൾ ഒളിച്ചു നിൽക്കുമല്ലായിരുന്നു, അല്ലാതെ നീ പറഞ്ഞാൽ അവിടെ രൂപമൊന്നുമില്ല. ഈ സമയം ക്യാമറമാൻ പറയുവാണ്, അല്ലടാ എന്തോ ഒന്നുണ്ട്, എനിക്ക് എന്തായാലും നല്ല പേടിയാവുന്നു, നമ്മുടെ ട്രാവൽ ഗൈഡ് പറഞ്ഞതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അങ്ങനെ പറഞ്ഞ് ഈ ഒരു ടോപ്പിക്കിലേക്ക് എത്തിയപ്പോഴേക്കും ഗായത്രിക്ക് അകപ്പൊളിയാൻ തുടങ്ങുന്നു. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമാണിത്, അതൊക്കെ വിടാൻ നോക്കുക, അതിനെപ്പറ്റി സംസാരിച്ചാൽ മൂഡ് പോകുന്നു പറഞ്ഞ് അവൾ ആ ടോപ്പിക്ക് അവിടെ ഒഴിവാക്കുന്നു. എന്നാൽ ആ ഫോട്ടോഗ്രാഫർക്കാണെങ്കിൽ അയാളുടെ ഉള്ളിൽ ആ പേടി അങ്ങനെ വിടാൻ കഴിയുന്നില്ല. അങ്ങനെ അയാളാകെ ഭയന്ന് നിൽക്കുന്ന സമയത്ത് സിദ്ധാർത്ഥും ചാരുവും കൂടി അയാളെ കളിയാക്കുന്നു. ഈ സമയം ദേഷ്യം വന്ന ഫോട്ടോഗ്രാഫർ, നിങ്ങൾക്ക് ഒരു പേടിയില്ലെങ്കിൽ നേരത്തെ ആ ഗൈഡ് പറഞ്ഞ സ്ഥലമില്ലേ, എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടെന്ന് പറഞ്ഞ സ്ഥലം, ആ സ്ഥലത്തേക്ക് പോയിട്ട് ഒരു വീഡിയോ എടുത്തോണ്ട് വരാൻ അയാളിപ്പോ അവരെ വെല്ലുവിളിക്കുന്നു. പിന്നെന്താ, നിന്നെ പോലെ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല, ഞങ്ങൾ എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് ചാരു സിദ്ധാർത്ഥും കൂടി ആ സ്ഥലത്തേക്ക് അങ്ങനെ പോവുകയാണ്. എന്നാൽ ഈ കാര്യങ്ങളൊന്നും നായകൻ കാണുന്നില്ല. അങ്ങനെ ഇപ്പൊ അവർ രണ്ടുപേരോടെ ആ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് ചെല്ലുന്ന സമയം അവിടെ ഒരു വീട് കാണുവാണ്. പൂട്ടിക്കിടക്കുന്ന പഴയൊരു വീട് കാണുന്ന സമയത്ത് അവർക്കൊരു ക്യൂരിയോസിറ്റി വരുന്നു, അതിനകത്തൊന്ന് കയറി നോക്കണമെന്ന്. അങ്ങനെ അവർ രണ്ടുപേരോട് അകത്തേക്ക് കയറി നോക്കുന്ന സമയത്ത് അകത്താണെങ്കിൽ ഒരുപാട് ബ്ലാക്ക് മാജിക് ചെയ്യുന്ന രീതിയിലുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ഈ കണ്ട കാഴ്ചകളെല്ലാം ചാരു ആണെങ്കിൽ വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതേ സമയം അവളുടെ കൂടെയുള്ള സിദ്ധാർത്ഥ ആണെങ്കിൽ, ചാരു ഈ പഴയ വീടിന്റെ ഒരു ബേസ്മെന്റ് ഏരിയ ഉണ്ട്, എന്ത് ഇൻട്രസ്റ്റിംഗ് ആണല്ലേ, ഞാനൊന്ന് അവിടെ വരെ പോയി നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് അയാൾ അവിടേക്ക് പോകുന്നു. ശരി, നീ പോയിട്ട് വാ, അപ്പത്തേക്ക് ഞാൻ ഇവിടെയുള്ള വിഷ്വൽസ് എല്ലാം റെക്കോർഡ് ചെയ്തെടുക്കട്ടെ എന്നും പറഞ്ഞ് ചാരു ആണെങ്കിൽ ആ വീഡിയോ എടുക്കൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചാരു ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്ന സമയത്ത് അവളുടെ പുറകിലേക്ക് ഒരു കിളവിന്റെ അമാനുഷിക രൂപം വന്ന് അവളെ പേടിപ്പിക്കുകയാണ്. അങ്ങനെ അവള് പേടിച്ച് നിലവിളിക്കുന്ന സമയം ബേസ്മെന്റിലേക്ക് പോയി സിദ്ധാർത്ഥ ഓടി തിരിച്ചു വരുന്നു. എന്നിട്ട് ചാരു എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ചാരു ഇന്ന പോലെ ഒരു കാര്യം നടന്നു എന്ന് പറയുന്നു. ശരി, അതൊക്കെ നിനക്ക് തോന്നിയതായിരിക്കും, ആ ടൂറിസ്റ്റ് ഗൈഡ് പറയുന്നത് കേട്ടിട്ട് നിന്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആ കാര്യങ്ങളെല്ലാം കയറിപ്പോയി, അതുകൊണ്ട് നീ അതെല്ലാം ഇമാജിൻ ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞ് അവനിപ്പോ അവളെ സമാധാനിപ്പിക്കുന്നു. എന്നിട്ട് അവിടുന്ന് കൂട്ടിക്കൊണ്ട് തിരിച്ചു വരാൻ തുടങ്ങുവാണ്. ഇതേ സമയം ടെന്നിനടുത്തുള്ള ബാക്കി ആൾക്കാരെ കാണിക്കുന്നു. ഇപ്പൊ ഗായത്രിന്റെ ബോയ് ഫ്രണ്ട് എന്ന് ചാരു സിദ്ധാർത്ഥം കൂടി അകത്തേക്ക് പോയി എന്നുള്ള കാര്യം നമ്മുടെ നായകനെ അറിയിക്കുവാണ്. അങ്ങനെ ഇതറിയുന്ന സമയത്ത് നായകൻ ആകെ ഷോക്കാവുന്നു. നിങ്ങളോട് ഞാൻ എത്ര തവണ പറഞ്ഞു അങ്ങോട്ട് പോകരുത്, അവിടേക്ക് പോയ ആപത്താണെന്ന്, ഞാൻ അറിയാതെ എന്റെ വാക്ക് ധിക്കരിച്ച് അവരെന്തിനാ അങ്ങോട്ട് പോയെന്നൊക്കെ ഈ സമയത്ത് നായകൻ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നു. ചേട്ടാ, എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു പോയി, അവര് പോയിട്ട് കുറെ നേരമായി, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല, നമുക്കൊന്ന് പോയി നോക്കിയാലോ എന്നും പറഞ്ഞ് ഗായത്രിയുടെ ബോയ് ഫ്രണ്ട് നായകനോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇപ്പൊ വേറെ നിവൃത്തിയില്ലാതെ അവനെയും കൂട്ടിക്കൊണ്ട് നായകനകത്തേക്ക് ചെല്ലുവാണ്. അങ്ങനെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വഴിയോരത്തായിട്ട് ചാരു ബോധമില്ലാതെ കിടക്കുന്നത് ഇവര് കാണുന്നു. അങ്ങനെ അവൾക്ക് എന്തോ പറ്റിയെന്ന് വിചാരിച്ച് ഇവർ രണ്ടുപേരോട് ഇപ്പൊ അവളെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുവാണ്. അപ്പത്തേക്ക് അവളെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ്, അയ്യേ ഇതൊരു പ്രാങ്ക് ആയിരുന്നേ, നിങ്ങളെ പറ്റിച്ചതാണേ എന്നൊക്കെ പറഞ്ഞ് അവരെ കളിയാക്കുന്നു. ഈ സമയം ദേഷ്യം കൊണ്ട് നായകനാണെങ്കിൽ ഇവിടെ ഒരു പറ്റിക്കല്, വാ പുറത്തേക്ക് പോവാന്നും പറഞ്ഞ് ശേഷം അവരെയും വിളിച്ചിട്ട് എന്നെ അടുത്തേക്ക് പോകുന്നു. ഈ സമയത്താണ് അവർ കാണുന്നത് ഓൾറെഡി ചാരു സിദ്ധാർത്ഥും ആ ടെന്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഇവരുടേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ. അങ്ങനെ ഇത് കാണുന്ന ഗായത്രിന്റെ ബോയ് ഫ്രണ്ടും നായകനും ആകെ ഷോക്കാവുന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ അവിടേക്ക് പോയി വിളിച്ചോണ്ട് വന്നു ആരെയാണെന്ന് വിചാരിച്ച് അവർ തിരിഞ്ഞു നോക്കുന്ന സമയം ഇത്ര നേരം ഇവരുടെ കൂടെ നടന്നു വന്നോണ്ടിരുന്ന ചാരുവിനെ സിദ്ധാർത്ഥിനെ അവരുടെ കൂടെ കാണുന്നില്ല. അങ്ങനെ നായകനും ഗായത്രിന്റെ ബോയ് ഫ്രണ്ടും ആകെ ഷോക്കാവുന്നു. ഇതേ സമയം ആ വീട്ടിൽ അങ്ങനെ ഒരു കാഴ്ച കണ്ടുകൊണ്ട് തിരിച്ചെത്തിയ ചാരു ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് അകപ്പായെന്നിരിക്കുമായിരുന്നു. സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പൊ നായകൻ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ ഈ 5 പേരോടുമായിട്ട് നായകൻ പറയുവാണ്, പേച്ചി പുറത്തു വന്നുവെന്ന്. ഇത് കേൾക്കുന്ന അവരെല്ലാം ഒരുപാട് ക്യൂരിയോസിറ്റിയോടുകൂടി പേച്ചിയോ അതാരാണെന്ന് ചോദിക്കുന്നു. അപ്പൊ നായകൻ അതിനെ പറ്റി പറയാൻ തുടങ്ങുവാണ്. ഈ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ഇല്ലേ, അത് പേച്ചിന്റെ ഏരിയ ആണ്. ആ ഏരിയയിൽ ഒരു പഴയ വീടുണ്ട്, അത് പേച്ചിന്റെ വീടാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് മന്ത്രവാദങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീയായിരുന്നു പേച്ചി. അവളുടെ കൂടെ ഈ മന്ത്രവാദത്തിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായ കുറെ അടിമകളുണ്ടായിരുന്നു. അങ്ങനെ ഈ മന്ത്രവാദത്തിനോട് ഒരുപാട് ശക്തി കിട്ടാൻ വേണ്ടി പേച്ചി എന്ന് പറയുന്ന സ്ത്രീ ആ നാട്ടിലെ ചെറിയ കുട്ടികളെല്ലാം പിടിച്ചുകൊണ്ട് വന്ന് അവരെ നരബലി കൊടുക്കാൻ തുടങ്ങുന്നു. ഒരു ഘട്ടത്തിലെ നാട്ടുകാർ ഈ കാര്യങ്ങൾ അറിഞ്ഞപ്പോ അതിനെപ്പറ്റി ചോദിച്ച് അവരെ അതിൽ നിന്ന് വിലക്കാനും ഇനി അവർ ആ കാര്യം ചെയ്യാതിരിക്കാനും നാട്ടുകാരെ ഇറങ്ങിത്തിരിക്കുന്നു. അങ്ങനെ നാട്ടുകാർ അവരുടെ വീട്ടിലെത്തി ഇതിനെപ്പറ്റി ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന സമയം പേച്ചി അവരുടെ മന്ത്രശക്തിയെല്ലാം ഉപയോഗിച്ച് വന്നവരെല്ലാം ഒതുക്കുന്നു. അങ്ങനെ ഈ കാര്യങ്ങൾ കൊണ്ട് നാട്ടുകാര് അവിടെയുള്ള ഒരു വലിയ സ്വാമിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് ഇന്ന പോലെ കാര്യങ്ങൾ പറഞ്ഞ് ആ സ്ത്രീനെ എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്യണം, അതിനെന്താ വഴി എന്നൊക്കെ ചോദിക്കുവാണ്. അപ്പൊ ആ സ്വാമി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ നാട്ടുകാർ അതേപോലെ ചെയ്ത് പേച്ചി എന്ന് പറയുന്ന സ്ത്രീന്റെ ശക്തി ഒരു ബൊമ്മയിലേക്ക് ആവാഹിക്കുവാണ്. ശേഷം അവളുടെ മൃതശരീരം മണ്ണിൽ കുഴിച്ചിടുന്നു. അതിൽ അവളുടെ ശക്തിയെല്ലാം ആവാഹിച്ചെടുത്ത ആ പാവയുണ്ടല്ലോ അത് അവിടെയുള്ള ഒരു മരത്തിൽ വെച്ച് നാട്ടുകാരെ ആണിയടിക്കുവാണ്. നാട്ടുകാർ അന്ന് ആ കാര്യം ചെയ്തപ്പോ തന്നെ ഈ പരിസരത്തേക്ക് ആരും വരരുത്, ഇതൊരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്, ഡേഞ്ചർ ഏരിയ ആണെന്നൊക്കെ അവനൊരു ബോർഡും വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പോകാൻ പാടില്ലാത്ത സ്ഥലത്തേക്കാണല്ലോ ഇപ്പൊ ഇവർ ചെന്നിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മുടെ നായകൻ പറഞ്ഞു കൊടുക്കുന്ന സമയം ഇതെല്ലാം കേട്ട് അവരാകെ പേടിക്കുന്നു. അങ്ങനെ ഗായത്രിന്റെ ബോയ് ഫ്രണ്ട് ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് നമുക്ക് എത്രയും വേഗം തിരിച്ചു പോവാന്ന് പറയുവാണ്. അങ്ങനെ അവരെല്ലാം പാക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്തും ഗായത്രിക്കാണെങ്കിൽ ഒരു വൈബ് കിട്ടുന്നില്ല. എന്നാലും നമ്മൾ ഇവിടെ വരെ വന്നിട്ട് പെട്ടെന്ന് തിരിച്ചു പോകാന്ന് പറയുമ്പോൾ എന്തോ വിഷമം തോന്നുന്നു എന്നൊക്കെ അവൾ പറയുന്നു. പിന്നെ വിഷമം തോന്നുവാന്നും പറഞ്ഞ് ഇവിടെ ഇരുന്ന അത് നമ്മുടെ ജീവനെ കൂടുതൽ ആപത്താവുകയുള്ളൂ. അങ്ങനെ ഇപ്പൊ ഈ ഒരു കാര്യമെല്ലാം കേൾക്കുന്ന സമയത്ത് അവളും കൺവിൻസ് ആവുന്നു. അങ്ങനെ ഇപ്പൊ അവരോടൊന്ന് പോകാൻ വേണ്ടി ബാഗെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവർ മറ്റൊരു കാര്യം ആലോചിക്കുന്നത്. നേരത്തെ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് കൂടെയുള്ള ഫോട്ടോഗ്രാഫർ അയാളുടെ ക്യാമറ അവിടെ എവിടെയോ മറന്നു വെച്ചു. അവിടെ നടക്കുന്ന കാര്യങ്ങളിലെല്ലാം ടെൻഷന്റെ പുറത്ത് മറന്നു വെച്ചതാണ്. സോ ഇനി അത് അയാൾക്ക് പോയി തിരിച്ചെടുക്കണം. അങ്ങനെ അയാൾ അതെടുക്കാൻ വേണ്ടി അവിടേക്ക് പോവുകയാണ്. അങ്ങനെ പോയ
ബോയ് അവനെ കുറച്ചു നേരമായിട്ട് കാണുന്നില്ല. അങ്ങനെ ഇവരിത് എവിടെ പോയി എന്നൊക്കെ ബാക്കിയുള്ളവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അവരവന്റെ ഒരു കരച്ചിൽ കേൾക്കുന്നു. അപ്പൊ അവർക്ക് മനസ്സിലാവുന്നു അവൻ എന്തോ ആപത്തിപ്പെട്ടു എന്ന്. അങ്ങനെ ഇപ്പൊ നായകനെയും കൂട്ടിക്കൊണ്ട് അവരെല്ലാരും കൂടി അവനെ നോക്കാൻ വേണ്ടി ആ സ്ഥലത്തേക്ക് പോവാണ്. ഈ സമയത്ത് അമാനുഷികമായിട്ടുള്ള കുറെ കാര്യങ്ങൾ അവിടെ നടക്കാൻ തുടങ്ങുന്നു. നേരത്തെ പേച്ചിനെ കണ്ട് ഭയപ്പെട്ടിരുന്ന ചാരു എന്ന് പറയുന്ന ആ പെണ്ണില്ലേ, അവളെ ഇപ്പൊ ഒരു രൂപ അവിടുന്ന് പിടിച്ചോണ്ട് പോകുന്നു. ഇത് കാണുന്ന സമയത്ത് ബാക്കിയുള്ളവരെല്ലാം അവിടുന്ന് പേടിച്ചോടുവാണ്. അങ്ങനെ ഭയന്ന് ഓടുന്ന സമയത്ത് പലരും പല വഴിക്കായി പോകുന്നുണ്ട്. ഓടി രക്ഷപ്പെട്ട നമ്മുടെ നായകനാണെങ്കിൽ സേഫ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. എന്നാൽ കൂടെയുള്ളവരൊന്നും കാണാത്തപ്പോ അവരെ നോക്കാൻ വേണ്ടി നായകന് വീണ്ടും അങ്ങോട്ട് പോകേണ്ടി വരുന്നു. കാരണം അവരുടെ സേഫ്റ്റി നോക്കേണ്ടത് നായകനല്ലേ. അങ്ങനെ തിരിച്ചില്ലെന്ന് നായകൻ പേച്ചിന്റെ മുമ്പിൽ പെടുന്നു. ഈ സമയം നായകന്റെ കഥ കഴിഞ്ഞു എന്ന് അവൻ വിചാരിക്കുവാണ്. എന്നാൽ നായകനെ കൊല്ലാൻ വേണ്ടി അടുത്തേക്ക് വരുന്ന പേച്ചി പെട്ടെന്ന് അവിടുന്ന് തിരിച്ചു പോവാണ് അവനെ കൊല്ലാതെ. അതിന് കാരണം അവന്റെ മകൾ അവന്റെ കഴുത്തിൽ കെട്ടിക്കൊടുത്ത ചരടായിരുന്നു. അതിന്റെ ശക്തി കൊണ്ടാണ് പേച്ചി അവനൊന്നും ചെയ്യാത്തത്. അങ്ങനെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയ നായകനാണെങ്കിൽ അപ്പൊ ഇനി ഒന്നും പേടിക്കാനില്ല. ഈ ചരട് കഴുത്തിലുള്ളതുകൊണ്ട് പേച്ചി തന്നെ ഒന്നും ചെയ്യില്ല എന്ന് മനസ്സിലാക്കി ധൈര്യത്തോടു കൂടി അവരെ രക്ഷിക്കാൻ വേണ്ടി വീണ്ടും അങ്ങോട്ട് തന്നെ പോകുന്നു. നേരത്തെ ഭയന്ന് ഓടുന്ന സമയത്ത് പലരും പല വഴിക്കായെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇപ്പോൾ ഓരോരുത്തരായിട്ട് നായകൻ കണ്ടുപിടിക്കുകയാണ്. ഗായത്രിന്റെ ബോയ് ഫ്രണ്ടിനോട് നായകൻ പറയുകയാണ്, സാർ എന്റെ കഴുത്തിൽ ഈ ചരടുള്ളതുകൊണ്ട് അതിനൊരു ശക്തിയുണ്ട്. ആ ശക്തി കൊണ്ട് പേച്ചി എന്നെ ആക്രമിക്കില്ല. സോ എന്റെ കൈ പിടിച്ച് നിങ്ങളും എന്റെ കൂടെ വരുവാണെങ്കിൽ പേച്ചി നിങ്ങളെ ഒന്നും ചെയ്യില്ല. ഇങ്ങനെല്ലാം പറഞ്ഞ് അവനെ കൺവിൻസ് ചെയ്ത് അങ്ങനെ വന്ന 5 പേരിൽ 3 പേരെ നായകൻ കണ്ടെത്തി. മറ്റു 2 പേരുടെ കഥ എന്താണെന്ന് അറിയത്തില്ല. ഇവരെന്തായാലും സേഫ് ആക്കാന്നുള്ള രീതിയിൽ അവരുടെ കയ്യിലും പിടിച്ച് നായകൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഓടിപ്പോകുന്ന സമയത്ത് ഗായത്രി ആണെങ്കിൽ കാല് വഴുതി താഴെ വീഴുവാണ്. ഇത്രയും നേരം നായകന്റെ കൈ പിടിച്ചോടിയോണ്ടാണ് അവനെ പേച്ചി പിടിക്കാതിരുന്നത്. എന്നാൽ ഇപ്പൊ നായകന്റെ കൈ വിട്ടുപോയല്ലോ. ഈ സമയം ഗായത്രിനെയും പേച്ചി വന്ന് പിടിക്കുകയാണ്. അപ്പൊ ഗായത്രിന്റെ കാമുകനാണെങ്കിൽ ഒരുപാട് സങ്കടപ്പെടുന്നു. ഈ സമയത്ത് നായകൻ പറയുന്നുണ്ട്, അവളുടെ കാര്യം വിട്, നിങ്ങൾ ഇത്രയും വേഗം ഞാൻ സേഫ് ആക്കാന്ന്. അപ്പൊ ഗായത്രിന്റെ ബോയ് ഫ്രണ്ട് സമ്മതിക്കുന്നില്ല അതിന്. ഇല്ല, അവളില്ലാതെ എനിക്ക് വരാൻ പറ്റില്ല, അവളെ രക്ഷിക്കണം എന്നൊക്കെ അയാൾ പറയുന്നു. എന്നാൽ ഇത് കേട്ട നായകനത് ഡേഞ്ചറാണ്, നിങ്ങളുടെ ജീവനും കൂടി താപത്തായിരിക്കും എന്നൊക്കെ പറയുന്ന സമയം ദേഷ്യം വന്ന അവനാണെങ്കിൽ നായകന്റെ ഷർട്ടിന്റെ കോളറിൽ കയറി പിടിച്ച് അവനുമായിട്ട് വഴക്കുണ്ടാക്കുന്നു. എന്നിട്ട് നിങ്ങൾക്ക് പേടിയാണെങ്കിൽ നിങ്ങൾ പൊക്കോ, ഞാനെന്തായാലും അവിടേക്ക് പോകാൻ പോവാ, അവളെ കൊണ്ട് ഞാൻ തിരിച്ചു വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവൻ ആ സ്ഥലത്തേക്ക് തിരിച്ചു പോകുന്നു. അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവനൊരു കാര്യം മനസ്സിലാക്കുന്നത്. നേരത്തെ നായകനുമായിട്ട് വഴക്കുണ്ടാക്കിയപ്പോ നായകന്റെ കോളറിൽ കയറി പിടിച്ചപ്പോ നായകന്റെ കരുത്തി കിടന്ന ചരട് ഇവന്റെ കയ്യിലേക്ക് പൊട്ടിപ്പോരുന്നുണ്ടായിരുന്നു. അത് ഇവൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഇത് കണ്ടതും അയ്യോ, അപ്പൊ മാരിയുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി അവൻ തിരിച്ച് അവിടേക്ക് തന്നെ ചെന്ന് നോക്കുന്നു. അപ്പൊ അവൻ കാണുന്ന കാഴ്ച എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മാരീനെ, അതായത് നായകനെ പേച്ച് ആക്രമിച്ച് കൊന്നിരിക്കുന്നതാണ്. അങ്ങനെ ഇതും കൂടി കാണുന്ന അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഭ്രാന്ത് പിടിക്കുന്നു. അങ്ങനെ അവൻ ഗായത്രിനെ അവിടെ ഒരുപാട് അന്വേഷിക്കുന്നുണ്ടെങ്കിലും കണ്ടെത്താൻ കഴിയുന്നില്ല. ഫൈനലി അവൻ അന്വേഷിച്ച് ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടെ കൂടി ഒരു കാർ വരുന്ന കാണുന്നു. അപ്പൊ അവൻ ആ കാറിന് കൈ കാണിക്കുവാണ്. അപ്പൊ ആ കാർ അവിടെ നിർത്തുന്നുണ്ട്. അങ്ങനെ അവൻ ആ കാറിലേക്ക് കയറി നോക്കുന്ന സമയം ആ കാർ ഓടിക്കുന്നത് മറ്റാരുമല്ല, അവൻ ഇത്ര നേരം അന്വേഷിച്ചുകൊണ്ടിരുന്ന ഗായത്രിയായിരുന്നു. അങ്ങനെ ഇത് കാണുന്ന അവനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ഇതേ സമയം തന്നെ ഗായത്രി ആണെങ്കിൽ അവനെ ബോധം കെടുത്തുന്നു. എന്നിട്ട് എവിടെയൊക്കെ കൊണ്ടുപോവാണ്. അടുത്ത സീനിൽ അവൻ കണ്ണു തുറക്കുമ്പോൾ അവൻ കാണുന്നത് അവനൊരു മന്ത്രവാദിന്റെ വീട്ടിലുള്ളതായിട്ടാണ്. ശരിക്കും ഗായത്രി ഇവരെല്ലാരും ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഈ ഒരു ട്രിപ്പിന് ഇവിടേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു വന്നത് ഇങ്ങനെ ഇവരെല്ലാരും ലോക്കാക്കി ഈ മന്ത്രവാദിന്റെ വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയായിരുന്നു. ഓൾറെഡി അന്ന് പേച്ചിനെ പറ്റി നായകൻ പറഞ്ഞപ്പോ പറഞ്ഞായിരുന്നല്ലോ, മന്ത്രവാദങ്ങൾക്ക് വേണ്ടി ജീവൻ പോലും ബലികഴിപ്പിക്കാൻ മടിയില്ലാത്ത കുറേയധികം അടിമകള് പേച്ചിക്കുണ്ടെന്ന്. അതുപോലുള്ള ആൾക്കാരുടെ തലമുറയിൽ പെട്ടതാണ് ഈ ഗായത്രി എന്ന് പറയുന്ന പെണ്ണും. ഇപ്പൊ ഫ്രണ്ട്സ് ആണെന്ന് പോലും നോക്കാതെ മന്ത്രവാദങ്ങൾക്ക് വേണ്ടി അവൾ ഇവരെ ട്രാപ്പ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. പേച്ചിന്റെ ആത്മാവ് മൂവിന്റെ സ്റ്റാർട്ടിങ്ങിൽ ആ കപ്പിൾസ് ആ മരം വെട്ടിയപ്പോ അതിന്ന് പുറത്തു വന്നായിരുന്നല്ലോ. അപ്പൊ ഇനി ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി നരബലി കൊടുത്ത് ആ മന്ത്രവാദങ്ങൾ ചെയ്യുമെന്ന് കാണിച്ചുകൊണ്ട് ഇതൊരു സെക്കൻഡ് പാർട്ടിലേക്ക് ലീഡ് ചെയ്തുകൊണ്ട് മൂവിന്റെ ഈ ഒരു ഭാഗത്ത് ഈ മൂവി അവസാനിപ്പിക്കുന്നു. അപ്പൊ കൂട്ടുകാരെ, എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ? ഞങ്ങൾ ചെയ്യുന്ന ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം. ഇനി ഇതുപോലുള്ള നല്ല നല്ല മൂവീസ് ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.